2025 ഫെബ്രുവരി 5-ന് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ പ്രതിനിധികൾ എന്ന നിലയിൽ ശ്രീ കൊല്ലം തുളസി, അഡ്വക്കേറ്റ് എൻ അരവിന്ദാക്ഷൻ നായർ, ശ്രീ ശിവകുമാർ നെയ്യാറ്റിൻകര എന്നിവരും ഫൗണ്ടേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, പൊതുവിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി എന്നിവരെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കുന്നതിനായി തിരുവനന്തപുരത്ത് എത്തുകയുണ്ടായി. മനുഷ്യമൂത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ശാസ്ത്രീയ ഗവേഷണ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ കോളേജ് പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനവും നടത്തുകയുണ്ടായി. 2013 ആൽബർട്ട യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ പട്ടിക പ്രകാരം മനുഷ്യമൂത്രത്തിൽ ഇതുവരെയായി 3079 മോളിക്യൂളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക കേവലം 20 ഘടകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും കുട്ടികൾ പഠിക്കുന്നത് പരമാവധി 100 ഘടകങ്ങൾ മാത്രമാണെന്ന് ഡോക്ടർ ഡേവിഡ് വിഷാട്ടിനെ പോലുള്ള ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നു. ഇത് തിരുത്തപ്പെടണം. ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും ധാതുലവണങ്ങളും ആൻറ്റിബോഡികളും മൂലകോശങ്ങളും അടങ്ങിയ രക്തപ്ലാസ്മയാണ് മൂത്രം എന്ന് തന്നെ പഠിപ്പിക്കണം. അവയൊക്കെ പാഴ്വസ്തുക്കളോ മാലിന്യമോ അല്ല. യൂറിൻ ഡിറൈവ്ഡ് സ്റ്റെം സെല്ലുകളെക്കുറിച്ച് ചൈനയിലും തുടർന്ന് അമേരിക്കയിലും നടന്ന ശാസ്ത്ര ഗവേഷണ ഫലങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ഗർഭസ്ഥ ശിശു 7 മാസക്കാലത്തോളം കുടിക്കുകയും ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ശിശു ഒഴിക്കുന്ന മുഴുവൻ മൂത്രവും അടങ്ങിയിരിക്കുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ മൂത്രത്തിലും യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ എന്നിവയുണ്ട്. ഇവയൊന്നും തന്നെ ഹാനികരമായ ഘടകങ്ങളല്ല എന്നർത്ഥം. നോബൽ സമ്മാന ജേതാവ് ഡോക്ടർ ആൽബർട്ട്സൺ ഗോർജി ഉൾപ്പെടെ വിവിധ ശാസ്ത്രജ്ഞർ ക്യാൻസറിനെ ചെറുക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ മൂത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്ക, ചൈന, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ന് ക്യാൻസർ, ഹൃദയബ്ലോക്ക്, വന്ധ്യത, ചർമ്മരോഗങ്ങൾ, ഗർഭാശയ ഗളരോഗം, അബോർഷൻ തുടങ്ങിയ വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മനുഷ്യമൂത്രത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മൂത്രത്തിൽ ആരോഗ്യ സംവർദ്ധകമായ മിത്ര ബാക്ടീരിയകളും ബാക്ടീരിയോഫേജസ് പോലുള്ള മിത്ര വൈറസുകളും ഉണ്ട്. മൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ബഹിരാകാശ സഞ്ചാരികൾക്ക് കുടിവെള്ളമായി ഇന്ന് മൂത്രം ഉപയോഗിക്കാം എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ബെൽജിയം, സ്വിറ്റ്സർലൻഡ് മുതലായ രാജ്യങ്ങൾ ഇന്ന് മനുഷ്യമൂത്രത്തിൽ നിന്നും ബിയർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ആധുനിക ശാസ്ത്ര ഗവേഷണ ഫലങ്ങളാണ്. എന്നാൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള അഷ്ടാംഗ ഹൃദയം, സുശ്രുതം, ചരകം, ഭാവപ്രകാശം തുടങ്ങിയ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അഷ്ടമൃഗമൂത്രങ്ങളുടെയും കൂടാതെ നരമൂത്രത്തിൻ്റെയും ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് കാണാൻ കഴിയും. വിലപ്പെട്ട ഈ വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകി അവരിൽ വിജ്ഞാനത്തിൻ്റെ പുതിയ വെളിച്ചം നൽകുന്നതിന് പകരം മൂത്രം വേസ്റ്റാണെന്നും മാലിന്യമാണെന്നും ഉള്ള തെറ്റായ ധാരണയാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. സത്യം മറച്ചുവെച്ച് മൂത്രത്തെക്കുറിച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന അയഥാർത്ഥ വിവരങ്ങൾ നീക്കം ചെയ്യുകയും പാഠ്യപദ്ധതിയിലൂടെ വിദ്യാർത്ഥികളെ സത്യം അറിയിക്കാൻ സർക്കാരിന് ബാധ്യത ഉണ്ടെന്നുമാണ് നിവേദനത്തിൽ സർക്കാരിനെ വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ അറിയിച്ചിരിക്കുന്നത്. നന്ദി.